ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനേകരെ വഴിതെറ്റിക്കുന്നത് ഈ വ്യാജ അത്ഭുതങ്ങളാണ്. വ്യാജ അത്ഭുതങ്ങൾ അനേകരെ എന്തുകൊണ്ട് വഴിതെറ്റിക്കുന്നു എന്ന് നമ്മൾ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിലൊന്ന് അറിഞ്ഞിരിക്കണം. 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് എൻ്റെ കൈവപ്പിനാൽ ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിച്ച കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റെ കൈവപ്പിനാൽ ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിച്ച കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ പറയുന്നത് കൃപാവരം ജ്വലിപ്പിക്കുവാനായി കൈവപ്പ് വേണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പറയുന്നത് ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിച്ച കൃപാവരത്തിനെ ജ്വലിപ്പിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ പാസ്റ്ററിൽ നിന്ന് ലഭിച്ച കൃപാവരമല്ല. കൃപാവരം എന്നതിന് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പം ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സമ്മാനം എന്നാണ് കിടക്കുന്നത്. ദൈവത്തിൻ്റെ സമ്മാനം. ഇനി എന്നതൊക്കെയാ സമ്മാനങ്ങൾ എന്ന് കൊറിന്ത്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. 1 കൊറിന്ത്യർ 12:4 എഴുതിയിരിക്കുന്നു, വിവിധ കൃപാവരങ്ങളുണ്ട്, ആത്മാവോ ഒന്ന് മാത്രം, ശുശ്രൂഷകർ പലവിധമുണ്ട്, കർത്താവോ ഒരുവൻ തന്നെ. അപ്പോൾ വിവിധ കൃപകളെക്കുറിച്ച് പറയാം. നമ്മളിത് ആംപ്ലിഫൈഡ് വേർഷനിൽ കൃപാവരങ്ങളെക്കുറിച്ച് പറയുന്നത്, അതിൻ്റെ അർത്ഥം അവർ എഴുതിയേക്കുന്നത് എക്സ്ട്രാ ഓർഡിനറി പവർ ഗിഫ്റ്റായി തന്നു എന്നാണ് കിടക്കുന്നത്. എക്സ്ട്രാ ഓർഡിനറി പവർ എന്ന് പറഞ്ഞാൽ രോഗിയെ സൗഖ്യമാക്കണമെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി പവർ വേണം, ഭൂതത്തിനെ പുറത്താക്കണമെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി പവർ വേണം, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കണമെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി പവർ വേണം, വ്യക്തികൾ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടണമെങ്കിൽ അതിനകത്തൊരു എക്സ്ട്രാ ഓർഡിനറി പവർ വേണം. ഈ എക്സ്ട്രാ ഓർഡിനറി പവർ സമ്മാനമായി തരുന്നതിനെയാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൃപാവരം എന്ന് പറയുന്നത്. ഇത് സമ്മാനമായിട്ട് ദൈവം എന്തൊക്കെ തരുമെന്ന് 12:8 മുതൽ അങ്ങോട്ടുണ്ട്. 1 കൊറിന്ത്യർ 12. ഒരാൾക്ക് ആത്മാവിലൂടെ ജ്ഞാനത്തിൻ്റെ വചനം നൽകിയിരിക്കുന്നു, വേറൊരാൾക്ക് മറ്റൊരാൾക്ക് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും, ഇനി വേറൊരാൾക്ക് അതേ ആത്മാവിനാൽ വിശ്വാസവും, മറ്റൊരാൾക്ക് അതേ ആത്മാവിനാൽ തന്നെ രോഗശാന്തിക്കുള്ള വരം, ഒരാൾക്ക് അത്ഭുത പ്രവർത്തികളുടെ വരം, മറ്റൊരാൾക്ക് പ്രവചനങ്ങളുടെ വരം, വേറൊരാൾക്ക് ആത്മാക്കളുടെ വിവേചനം, ഇനി ഒരാൾക്ക് ബഹുവിധ ഭാഷകൾ, ഇനി ഒരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നിട്ട് 11-ാമത്തെ വചനം പറയുന്നു, ഇവയെല്ലാം ഒരേ ആത്മാവിൻ്റെ പ്രവർത്തനമാണ്, അവിടുന്ന് നിശ്ചയിക്കുന്നത് പോലെ ഓരോരുത്തന് അതത് വരം നൽകുന്നു. ഇങ്ങനെ എഴുതിയേക്കുന്നത്. അവിടുന്ന് നിശ്ചയിക്കുന്നത് പോലെ ഓരോരുത്തന്, ഒരാൾക്ക് ആത്മാവിലൂടെ ജ്ഞാനത്തിൻ്റെ വചനം, മറ്റൊരാൾക്ക് അതേ ആത്മാവിൽ പരിജ്ഞാനത്തിൻ്റെ വചനം, ഇനി വേറൊരാൾക്ക് അതേ ആത്മാവിൽ വിശ്വാസം, മറ്റൊരാൾക്ക് അതേ ആത്മാവിൽ രോഗശാന്തി, വേറൊരാൾക്ക് അത്ഭുത പ്രവർത്തികളുടെ വരം, പിന്നൊരാൾക്ക് പ്രവചനങ്ങളുടെ വരം, വേറൊരാൾക്ക് ആത്മാക്കളുടെ വിവേചനം, ഇനി ഒരാത്മാക്ക് ബഹുവിധ ഭാഷകൾ, ഇനി ഒരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. ഇത് വിവിധ വരങ്ങൾ ദൈവം നിശ്ചയിക്കുന്നത് പോലെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിശ്ചയിക്കുന്നത് പോലെ ഓരോരുത്തർക്ക് കൊടുക്കുന്നു. എന്തിനാണെന്ന് അതിൻ്റെ 7-ാമത്തെ വചനം പറയുന്നുണ്ട്. 1 കൊറിന്ത്യർ 12:7. ഓരോരുത്തരും ആത്മാവിൻ്റെ പ്രകാശനം നൽകിയിരിക്കുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു പ്രധാന പ്രശ്നം, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും സകല തട്ടിപ്പുകൾക്കകത്തും ചെന്ന് പറ്റുന്ന ഒരു വിഭാഗം ജനമാണ് കേരളം. കേരളത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ആട്, കോഴി, മാഞ്ചിയം, തേക്ക്, ചിട്ടി, വട്ടി, രാഷ്ട്രീയം, കിറ്റ്. മലയാളി കളിപ്പിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നു. മലയാളിക്ക് കളിപ്പീരേ പറ്റുള്ളൂ. എത്ര കൊണ്ടാലും പഠിക്കുകയില്ല. അതുകൊണ്ട് ആത്മീക തട്ടിപ്പുകാരും എഴുന്നേൽക്കുന്നു. ആത്മീയ തട്ടിപ്പുകാരും എഴുന്നേൽക്കുന്നു. പണ്ടൊക്കെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ദൈവദാസന്മാരായിരുന്നു. ഇപ്പോൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന രാഷ്ട്രീയക്കാരാണ്. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോൾ കൺവെൻഷൻ പ്രസംഗിക്കാനും രാഷ്ട്രീയക്കാരെ വിളിക്കേണ്ടി വരും. കാരണം അവർക്കേ അറിയത്തുള്ളൂ വചനം. മറ്റവന്മാർക്കിപ്പം വന്ന് ഈ സമൃദ്ധി മാത്രമേ പറയാൻ അറിയാവുള്ളൂ. പിന്നെ ഭാര്യ വ്യഭിചരിക്കാൻ പോയ ചരിത്രം അറിയത്തുള്ളൂ. ഭാര്യ വ്യഭിചരിക്കാൻ പോയ ചരിത്രത്തിൻ്റെ തുടക്കത്തിലെ പ്രസംഗം ഒരു രാഷ്ട്രീയക്കാരൻ പ്രസംഗിച്ചത് അത്യാവശ്യം വചനം തന്നെ വെച്ച് പ്രസംഗിച്ചത്. അതിനകത്തൊരു ആരോപണം ഇല്ലായിരുന്നു. പക്ഷെ പ്രസംഗിക്കാൻ വന്നവൻ അവൻ്റെ ഭാര്യ വ്യഭിചരിക്കാൻ പോയ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ
അതുകൊണ്ട് ഈ ആത്മീക തട്ടിപ്പുകാരും ആത്മീക ശുശ്രൂഷകരും വ്യാജ അത്ഭുതം കാണിക്കുന്നത് വിശ്വാസികൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. 5 തരം ശുശ്രൂഷകളും 9 തരം വരങ്ങളും വചനപ്രകാരം ദൈവം പലർക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ അത് സമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടി. മലയാളിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മലയാളി വിശ്വാസികളുടെ പ്രശ്നം ഇതെല്ലാം കൂടി ഒരുത്തൻ്റെ കൈ കൊടുക്കണമെന്ന് അവരാഗ്രഹിക്കുന്നു. ദൈവം പലർക്കും കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അവരിത് ഒരുത്തൻ്റെ കൈ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നത് വെച്ചാൽ, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന വരവും കൂടെ നിങ്ങളങ്ങ് പിടിച്ചോ, ഞങ്ങൾ നിങ്ങൾക്ക് പണം തരാം, വേണേൽ അരഞ്ഞാണോ ഊരിയിട്ട് തരാം, പെണ്ണുങ്ങൾ പറയും. തട്ടിപ്പുകാരനാണെങ്കിൽ കൂടുതൽ പണം തരാം, ഞങ്ങൾ ഈ കച്ചല വിച്ചല വെച്ച് അവിടെ ഇരുന്നോളാം, ഞങ്ങൾക്കതാ ഇഷ്ടം. ഇങ്ങനെ കുത്തി 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 കച്ചല കിച്ചല കിച്ചല പച്ചല കച്ചല കിച്ചല എന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ എളുപ്പം. ഇതാണ് മലയാളികളുടെ സത്യത്തിലുള്ള ഉള്ളിലിരിപ്പ്. എന്നാൽ ദൈവത്തിൻ്റെ സ്വരം റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചപ്പം വചനം അറിയാവുന്ന ഒറ്റയൊരെണ്ണം അവിടെ ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ, കൊരവത്തൊഴിലാളി അല്ലേ അവിടെ ഇരുന്നത് മുഴുവൻ, ഒരെണ്ണം അവിടെ ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ മൊണ്ണകളിൽ ഒരെണ്ണം എഴുന്നേറ്റ് നിന്ന് എടാ ഇത് നിൻ്റെ സ്വരമാണോ ദൈവത്തിൻ്റെ സ്വരമാണോ എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ അവൻ്റെ വെടി തീർന്നനെ. അത് ചോദിച്ചായിരുന്നെങ്കിൽ ഈ ഇരിക്കുന്ന മൊണ്ണകളെ കൊണ്ട് ദൈവത്തിന് ഗുണമുണ്ടായിരുന്നു. ഇവൻ ഇത്രയും കളി ഇത് അവൻ അറിയാമായിരുന്നു. അവൻ ഈ സ്വരം റെക്കോർഡ് ചെയ്തപ്പോൾ അവൻ അറിയാമായിരുന്നു തൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു മൊണ്ണയും ഒരു കൊരവത്തൊഴിലാളിയും ചലിക്കുകയല്ലെന്ന് അവൻ അറിയായിരുന്നു. അതവൻ്റെ ധൈര്യം. ഞാൻ എന്നാ ഊളത്തരം പറഞ്ഞാലും എൻ്റെ കൂടെ ഇരിക്കുന്ന മൊണ്ണകൾക്ക്, എൻ്റെ കൂടെ ഇരിക്കുന്ന കൊരവത്തൊഴിലാളികൾക്ക് ഇത് മനസ്സിലാകുകയില്ലെന്ന് ഒരുത്തരം ധൈര്യം വരുമ്പോൾ അവൻ എന്തും കാണിക്കുന്നത്. എന്നാൽ യോഗ്യമായിട്ട് വചനം വെച്ച് നോക്കിയിട്ട് വൃത്തികേട് കാണിച്ച ഈ ജനം പിടിക്കുമെന്നൊരു ഉറപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ പറയട്ടെ, ഈ പോയിരുന്ന് ഇതിനെല്ലാം കൈയടിച്ചവനെല്ലാം ചില കാലങ്ങൾ കഴിയുമ്പോൾ ഓത്തങ്കി കേരളത്തിലെ അറിയപ്പെടുന്ന വലിയ ഹോസ്പിറ്റലുകളിൽ കൂടെ ട്രീറ്റ്മെൻറ്റുമായിട്ട് നടക്കുന്നതാണ്. മെഡിക്കൽ കോളേജിലും RCCയിലും ഒക്കെ. ദൈവം വിടുകയല്ല ഒന്നിനെയും. ദൈവത്തിൻ്റെ നാമം ദൂഷിക്കാൻ വേണ്ടി ഇത്രത്തോളം പണി കാണിച്ചാൽ ദൈവം ഇതിനെയൊന്നും അംഗീകരിച്ചു കൊടുക്കുകയില്ല. കാരണം ഇത് പുസ്തകം കയ്യിലുണ്ട്, ഇത് നിരോധനമുള്ള കാലമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ചോദിക്കുന്നത്, ഇനി ഇങ്ങനെയുള്ള തട്ടിപ്പുകാരൻ കൈവച്ചാൽ എന്നതായിരിക്കും ജ്വലിക്കുന്നത്? ഇവൻ്റെ ഉള്ളിൽ മാമോനാണുള്ളതെങ്കിൽ ആ മാമോന്യ ആത്മാവ് കൈവച്ചാൽ ജ്വലിക്കും. അങ്ങനെ ഒരു അഭിഷേകം ബൈബിളിൽ പറയുന്നില്ല. ഇവൻ്റെ ഉള്ളിൽ വ്യഭിചാരമാണെങ്കിൽ അത് ജ്വലിക്കും കൈവച്ചാൽ. ഹോമോസെക്സ് ആണെങ്കിൽ അത് ജ്വലിക്കും. കാര്യം കട്ട്ലറ്റ് എടുത്ത് വിഴുങ്ങരുമെന്നൊക്കെ പറയും, പക്ഷേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കൈവച്ചാൽ ചിലപ്പം സംഭവം ജ്വലിച്ചെന്ന് വരും. ഇനി തട്ടിപ്പുകാരനാണെങ്കിൽ അത് ജ്വലിക്കും. 5 കോടി തട്ടിക്കാൻ കൂട്ടത്ത് നിന്നിട്ട് ബൈബിൾ പഠിപ്പിക്കാൻ വേണ്ടി കയറിയിരിക്കുന്നവന്മാരുണ്ട്. അവനിലൊക്കെ തട്ടിപ്പിൻ്റെ ആത്മാവാണ്, കൈവച്ചാൽ ജ്വലിക്കും അത്. ഇനി ഇങ്ങനെയുള്ളവനൊക്കെ കൈവച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റ് ഓഫ് സാത്താൻ, ഭൂതത്തിൻ്റെ അഭിഷേകം വന്ന് കയറും. ഭൂതത്തിൻ്റെ അഭിഷേകം വന്ന് കയറിക്കഴിഞ്ഞാൽ ജ്വലിക്കുന്ന ആ സൈറ്റ് സംവിധാനങ്ങളായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്നാ സംഭവിക്കുന്നറിയോ? വ്യാജ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. വ്യാജ അത്ഭുതവും നടക്കാതെ യേശുവിനെ കൂടാതെയും അത്ഭുതവും അടയാളവും ഇഷ്ടം പോലെ നടക്കുന്നില്ലേ? വചനമില്ലാത്തടത്തും ഇഷ്ടം പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നില്ലേ? എല്ലാം പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കടുകിട വ്യത്യാസപ്പെട്ടിടത്ത് ഒന്നും പരിശുദ്ധാത്മാവ് ഒന്നും ചെയ്യല. ദൈവത്തിൻ്റെ വചനം പറയുന്നു വിഗ്രഹം ഉണ്ടാക്കരുത്. ബൈബിളുള്ളവരുടെ പറയുന്നത് വിഗ്രഹം ഉണ്ടാക്കരുത്. ഉണ്ടാക്കി അവിടെ എവിടെയെല്ലാം നാട്ടി വെച്ചിട്ട് അവിടെ യേശുവേന്ന് വിളിക്കുമ്പോൾ ഒരു അത്ഭുതം നടക്കുമ്പോൾ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആണെന്നൊക്കെ ചുമ്മാ ആശ്വാസം പറയാം, പക്ഷേ പരിശുദ്ധാത്മാവ് കടുകിട അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്തുകയില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ എല്ലാം വ്യാപരിക്കുന്നത് ഗിഫ്റ്റ് ഓഫ് സാത്താനാണ്, സാത്താൻ്റെ അഭിഷേകമാണ്. അത് വ്യഭിചാരത്തിൻ്റെ ആത്മാവുള്ളവൻ കൈവച്ചാൽ അത് കത്തും, അത് ജ്വലിക്കും. ജ്വലിച്ചാൽ എന്നാ സംഭവിക്കും? ജ്വലിച്ചാൽ പിന്നെ നടക്കാനുള്ളതൊക്കെ നടക്കും. മാമോനാണെങ്കിൽ അത് ജ്വലിക്കും, പിന്നെ ഹോമോസെക്സ് ആണെങ്കിൽ അത് ജ്വലിക്കും, തട്ടിപ്പാണെങ്കിൽ അത് ജ്വലിക്കും. ഇത് തലേ കയറാൻ പോകുന്നത് എന്നതാണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് ചിന്തിച്ചോണം. അതുകൊണ്ട് വരുന്നത് മുഴുവൻ ഇഞ്ഞ് പോരട്ടെ എന്നും പറഞ്ഞ് പോയിരുന്നാൽ കുറേ വ്യാജ അത്ഭുതങ്ങളും അടയാളങ്ങളും തൽക്കാലം കാണാം, പക്ഷേ കാലാന്തരത്തിൽ അത് കൃത്യമായ പണിയായി മാറും. അതുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, കേരളത്തിലെ വിശ്വാസികളുടെ തലയ്ക്ക് വെളിവ് കൊടുക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, നൂജൻ സഭകളിൽ പോയി ചാടി മറിയുന്ന കർത്താവെ, കൊരവത്തൊഴിലാളികളുടെ
കർത്താവെ, അവരുടെ അകത്ത് ഒരു വെളിച്ചം ദൈവം നൽകണമേ, കണ്ണ് തുറന്നു കൊടുക്കണമേ, സത്യം തിരിച്ചറിയണമേ. ഈ ദിവസങ്ങളിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രവാസത്തിൽ അയക്കാനുള്ള ശിക്ഷയ്ക്കായി തങ്ങൾ തന്നെ രോഗികളും പാപികളും ഒക്കെ ആയി മാറുവാൻ ഇടയാകുവാൻ കർത്താവെ അനുവദിക്കരുതേ. അവർക്കെല്ലാം വെളിച്ചം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ നടത്തണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ സഹായിക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.